ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീൻസ് തോരൻ റെഡിയാക്കിയാലോ? അപ്പോൾ വേഗം തന്നെ കണ്ടു നോക്കും. ബീൻസ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീൻസ് ഇതാ ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസ് ഒക്കെ കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് ഉപ്പും മുളകൊക്കെ നല്ലതുപോലെ പിടിക്കാനായിട്ട് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ ഉലർത്തുണ്ടാക്കിയെടുക്കും അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളിതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അരിയുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി ഞാനിതിലേക്ക് 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചും പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചും നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 5 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 10-12 ഒക്കെ എടുക്കാം. ഇതും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് വേണം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2-3 വറ്റൽ മുളക് നമുക്ക് കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുത്തത് വേണം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അതുപോലെ നല്ല ജീരകത്തിൻ്റെ പൊടി 1-2 നുള്ള്, അതായത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് ഈ ഒരു തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി കുക്കിംഗ് തുടങ്ങിയാലോ? ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവോളയും പച്ചമുളകും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബീൻസാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് അടച്ച് വെക്കാം. ആവിയിൽ കിടന്ന് നമ്മുടെ ബീൻസ് നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വളരെ സ്ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബീൻസിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം. ഒരു നുള്ള് നല്ല ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയും അതുപോലെ ജീരകവും ഒക്കെ കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.